നമസ്കാരം. ഇപ്പോൾ ഗൃഹലക്ഷ്മി മാഗസിനിലെ ലാലേട്ടൻ്റെ ലേഖനത്തെക്കുറിച്ചായിരുന്നല്ലോ എൻ്റെ ചാനലിലെ കഴിഞ്ഞ 2 വീഡിയോസ്. അപ്പം എൻ്റെ മുമ്പിൽ വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, മോഹൻലാൽ എൻലൈറ്റൻഡ് ആണോ, എൻലൈറ്റൻഡ് ആയോ, ലാലേട്ടൻ എന്താ പറയുക, ബോധോദയം നേടിയോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയോ, ശ്രീ മോഹൻലാൽ ഇപ്പോഴൊരു എൻലൈറ്റൻഡ് ബീങ് ആണോ എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന ചോദ്യം. ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം എൻലൈറ്റൻഡ് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, ആ ലെവലിലൊന്നും ഞാൻ എത്തിയിട്ടുമില്ല. പക്ഷേ ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. തീർച്ചയായിട്ടും സ്പിരിച്വൽ ജേർണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ പല സഹയാത്രികരും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എൻലൈറ്റൻമെൻ്റ് ആണ് നമ്മളുടെ ലക്ഷ്യം, നമുക്ക് ബോധോദയം നേടണം എന്നുള്ള ഒരു കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു എൻലൈറ്റൻഡ് ബീങ് ആയി തീരുക, സാക്ഷാത്കാരത്തിൻ്റെ നില, ആ അവസ്ഥ പ്രാപിക്കണം എന്നുള്ളൊരു ചിന്താഗതി. പക്ഷെ അടുത്ത കാലത്തായിട്ട് എക്കാർട്ട് ടോളയുടെ ദി പവർ ഓഫ് നൗ വായിച്ചപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധേയമായൊരു കാര്യം ആ ബുക്കിൽ പറയുന്നുണ്ട്. പ്രബുദ്ധത നേടാനോ സാക്ഷാത്കാര നില പ്രാപിക്കാനോ ശ്രമിക്കാതിരിക്കുക, അത് മനസ്സിൻ്റെ മറ്റൊരു തട്ടിപ്പ് മാത്രമാണ്. മൂല്യമുള്ളത് എന്തും ഭാവിയിലാണ് എന്ന് പരിചയിച്ച മനസ്സിന് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നൊരവസ്ഥയുമായി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഭയങ്കരമായ മടിയായിരിക്കും. എക്കാട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എല്ലാവരും എൻലൈറ്റൻഡ് ആണ്. ഒന്നുകിൽ 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, മനസ്സുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയ അവസ്ഥയിലായിരിക്കുക. 24 hours നമ്മളുടെ ഒരു ദിവസത്തിലെ നമ്മൾ എൻലൈറ്റൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മളുടെ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിൽ, ഗാഢമായ സുഷുപ്തിയിൽ, സ്വപ്നം പോലും ഇല്ലാത്ത ആ പരിപൂർണ വിശ്രാന്തിയുടെ അവസ്ഥയിൽ നമ്മൾ ബോധോദയ നിലയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. പക്ഷെ നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം. കാരണം നമ്മൾ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറക്കം നമുക്ക് ഇത്രയേറെ ഇഷ്ടമുള്ളൊരു കാര്യമായി മാറിയത്. ഇപ്പം നല്ല സുഖമായിട്ട് മൂടിപ്പോസിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സമയം നോക്കുമ്പോൾ 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 1-2 മണിക്കൂർ കൂടി ഉറങ്ങാമല്ലോ എന്ന് ഓർക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ അവസ്ഥ, ആ നില, നോ മൈൻഡിൻ്റെ അവസ്ഥയിലുള്ള ആ ഒരു വിശ്രമത്തിൻ്റെയും ഒരു ഉണർവിൻ്റെയും നിറവിൻ്റെയും ഒക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ ഡീപ്പ് സ്ലീപ്പിനോട് ഇത്ര അധികം പ്രതിപത്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ബോധോദയം എന്ന് പറയുന്ന വാക്ക് ഏതാണ്ട് വലിയ അമാനുഷികമായൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് സിനിമകളും ഒക്കെ കണ്ട് ടി വിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ എൻലൈറ്റൻഡ് ബീങ്സ് എന്നൊക്കെ പറയുമ്പം, ഇപ്പോൾ ബോധോദയം നേടിയ ഒരാൾ, സാക്ഷാൽ ശ്രീബുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നൊരു ചിത്രമുണ്ട്. ഇങ്ങനെ പുറകിലൊക്കെ വലിയ വെളിച്ചമൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശ്രീബുദ്ധൻ, ചുറ്റും മുമ്പിൽ എല്ലാവരും കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുന്നു. അപ്പം ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു അമാനുഷികമായ ഒരു സംഗതിയായിട്ടാണ് നമുക്കൊക്കെ തോന്നുന്നത്. പക്ഷേ ഇത് തീർത്തും മാനുഷികമായ സാധാരണമായ ഒരവസ്ഥയാണ്, യാതൊരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരവസ്ഥയാണെന്നാണ് ഈ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എൻലൈറ്റൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് നമ്മളോട് പറയുന്നത്. എത്രയോ പേരുണ്ട്, മൂജി ബാബയുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. എക്കാർട്ട് ടോളെ തന്നെ എടുക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് തീർത്തും സാധാരണമായ ഒരു അവസ്ഥയാണ്. അതൊരു എൻലൈറ്റൻഡ് ബീങ് നമ്മളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് തൻ്റെ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും നടത്തുന്ന സമയത്ത് ആ നാട്ടിലുള്ള ആളുകൾ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇവനൊരു സാധാരണ ഒരു മനുഷ്യനല്ലേ, അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ജോസഫിൻ്റെ മകനല്ലേ, ഇവനൊരു തച്ചൻ്റെ മകനല്ലേ, ഇവന് ഇതിന് മാത്രമൊക്കെ പറയാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി ഇവനെന്താ ഉള്ളത്, ഇവനെന്താ പ്രത്യേകത എന്ന് ആ നാട്ടിലുള്ള ആളുകൾ ചോദിക്കുന്ന കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്തത്. എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പുറകെ പോയത് 10-12 പേര് മാത്രമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ, ഭാഗവതത്തിൽ വരുന്നൊരു കഥയുണ്ട്. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമാധിക്കൊക്കെ ശേഷം ഉദ്ധവരും വിതുരരും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്.
അതിൽ ഉദ്ധവര് സത്യം മനസ്സിലാക്കിയ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ എൻലൈറ്റൻഡ് ആ സാക്ഷാത്കാരം നല്ല അടഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹം വിതുരരെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന്. അപ്പം എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? ഈ ഇത്രത്തോളം സ്പിരിച്വലി ഒരു ഹയർ ലെവലിൽ ഇരിക്കുന്ന ഒരു ആള് നമ്മുടെ കൂടെ ജീവിച്ചിട്ട് അദ്ദേഹത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഉദ്ധവര് പറയുന്നത്. കാരണം യാദവ കുലത്തിൽ ജീവിച്ച കൃഷ്ണനെ ഒരു സാധാരണ ഒരു ഇടയച്ചിറക്കനായിട്ടാണ് യാദവ വംശത്തിലുള്ളവർ കണ്ടതുപോലും. ഒരു ആത്മീയമായിട്ട് ഒരു ഉയർന്ന തലത്തിലോട്ട് പോകുവാൻ കൃഷ്ണന്റെ കൂടെ സഹവസിച്ച ആളുകൾക്ക് പോലും സാധിച്ചില്ല. കാരണം കൃഷ്ണന്റെ ആ ഒരു ആത്മീയ ഔന്നത്യം മനസ്സിലാക്കുവാനുള്ള കാലിബർ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ കൃഷ്ണന്റെ കൊട്ടാരത്തിലും കൃഷ്ണന്റെ സംഗീതത്തിലും കൃഷ്ണന്റെ നേതൃത്വ പാടവത്തിലും ഒക്കെ അങ്ങനെ അഭിരമിച്ച് വളരെ സന്തുഷ്ടരായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിച്ചവരുടെ സമയം വേസ്റ്റാക്കി കളഞ്ഞു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് കൃഷ്ണനോടുള്ള സഹവാസം കൊണ്ട് തങ്ങളുടെ ആത്മീയമായ ഒരു തനതായ അവസ്ഥയിലോട്ട് തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു നല്ല ആത്മീയ നിലവാരത്തിലേക്ക് എത്തിച്ചേരുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഭാഗവതം പോലും പറയുന്നത്. ഞാൻ പറഞ്ഞത്, കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു രൂപമുണ്ട്, ഒരു അസാധാരണമായ ആത്മീക പരിവേഷവും ദൈവിക പരിവേഷവും ഒക്കെ ഇങ്ങനെ ചുറ്റും തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പ്രകാശമൊക്കെ ഉദിച്ചു നിൽക്കുന്ന വലിയൊരു രൂപം. പക്ഷേ യാദവ വംശത്തിൽപ്പെട്ട ആളുകൾ എന്ത് ധരിച്ചു എന്നാണ് പറയുന്നത്? ഇത് നമ്മളെപ്പോലെ തന്നെ ഒരു ഇടയച്ചെറുക്കനാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ കൊള്ളാം, ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ശാശ്വതമായ ജീവന്റെ അനുഭൂതി രസം നുകരുവാൻ വളരെ ചുരുങ്ങിയ ആളുകൾക്കാണ് സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഒന്നുകിൽ മനസ്സുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കാം. നമ്മൾ നമ്മുടെ മനസ്സുമായി താതാത്മ്യപ്പെട്ടു ഇരിക്കുന്ന കാലത്തോളം നമുക്ക് നമ്മളുടെ ജീവിതം ടെൻഷൻ നിറഞ്ഞതും വേദന നിറഞ്ഞതും പിരിമുറുക്കം നിറഞ്ഞതും ഒക്കെ ആയിരിക്കും. മനസ്സുമായിട്ടുള്ള താതാത്മ്യം വിട്ടു കഴിഞ്ഞാൽ മനസ്സിന്റെ നിരീക്ഷകനായി തീരുക എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം. മനസ്സിൽ നിന്ന് വേർപെട്ട് എനിക്കൊരു നിലനിൽപ്പുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ അവൻ സത്യത്തിലേക്കുള്ള കാലെടുത്ത് വെച്ചു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സായിരിക്കുന്ന കാലത്തോളം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പല കഥകളും മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. റിഗ്രറ്റ് ഉണ്ടാവും, ഗിൽറ്റ് ഉണ്ടാവും, നമുക്ക് ഹേട്രഡ്, നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളോടുള്ള ദേഷ്യം ഉണ്ടാവും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാവും. പക്ഷെ നമ്മളുടെ മനസ്സിന്റെ കളികൾ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ബോധത്തിന്റെ അവസ്ഥയിലോട്ട് മാറുകയാണ്. സാക്ഷിയായ ശുദ്ധബോധമായി നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ. ഇത്രയുള്ള എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റിന്റെയോ തുള്ളിച്ചാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക, നമുക്കങ്ങനെ വലിയൊരു എക്സൈറ്റ്മെന്റിന്റെ അവസ്ഥയൊന്നുമല്ല, പരമമായ ശാന്തിയുടെ അവസ്ഥ എന്നാണ് എക്കാറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് അകാരണമായി ഉണ്മയുടെ ആനന്ദമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. നമുക്ക് ലാലേട്ടനിലേക്ക് വരാം. ഒരു സൂപ്പർ സ്റ്റാറായ ലാലേട്ടൻ ഏകാന്തതയുടെ ലഹരി താൻ അറിഞ്ഞു തുടങ്ങി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് അതിനകത്ത്. ഏകാന്തതയുടെ ലഹരി താൻ അറിഞ്ഞു തുടങ്ങി. താൻ സിനിമാ ജീവിതം ആരംഭിച്ച കാലഘട്ടത്തിൽ ചാൻസുകൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ സൗഹൃദ വൃന്ദങ്ങൾ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ താൻ ഒരു അംഗീകരിക്കപ്പെട്ട വലിയൊരു കലാകാരനായി കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് താൻ പോലും ആഗ്രഹിക്കാത്ത ഏകാന്തത കടന്നു വന്നു. എനിക്ക് ചുറ്റും ധാരാളം നിബന്ധനകൾ, പല റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു. എനിക്ക് പഴയതുപോലെ യാത്ര ചെയ്യാൻ പോലും പറ്റാതെയായി, കൂട്ടിലടച്ചതുപോലെയായി എൻ്റെ ജീവിതം എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ പതുക്കെ പതുക്കെ താൻ ആ ഏകാന്തതയുമായി പ്രണയത്തിലായി തീർന്നത് എങ്ങനെയാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഓഷോയുടെ പുസ്തകങ്ങളിലൂടെ ആ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ താൻ വേദനയോടെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. താൻ വേദനയോടെ തിരിച്ചറിഞ്ഞു തനിക്കിനി പഴയതുപോലെ ഉള്ള ഒരു ജീവിതമില്ല, തനിക്ക് ഈ ക്യാരവാനുകളിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് തനിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഓഷോ ഒരു പ്രകൃതി നിശ്ചയം പോലെ അല്ലെങ്കിൽ ഒരു ഈശ്വര അനുഗ്രഹം പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഓഷോയുടെ പുസ്തകങ്ങൾ കടന്നു വന്നു. ഓഷോ പറഞ്ഞു, ഏകാന്തതയാണ് നിങ്ങളുടെ പ്രകൃതം. ആ ഏകാന്തതയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഓഷോ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ധ്യാനാത്മകമായ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ ഏകാന്തതയുടെ ലഹരി താൻ അറിഞ്ഞു തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. പതുക്കെ പതുക്കെ ഏകാന്തതയെ താൻ പ്രണയിച്ചു തുടങ്ങി. ഇന്ന് ഏതൊരു ആൾക്കൂട്ടത്തിലായിരുന്നാലും ആ ഏകാന്തതയിലേക്ക് ആഴ്ന്നു മുങ്ങുവാൻ
തനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ ഓർക്കണം, സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക്, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വാക്കുകളാണ്. ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനാണ്. എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും എന്നിലെ ഏകാന്തതയിലേക്ക് ആഴ്ന്നു മുങ്ങുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ആ ഏകാന്തത അദ്ദേഹത്തിന് ഈ മാഗസിനിൽ അദ്ദേഹം പറയുന്നത് ആഴത്തിൽ ഓരോ വ്യക്തിയും തനിച്ചാണ്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സത്ത. അതിനെ നിങ്ങൾ ചിലപ്പോൾ ആത്മാവ് എന്ന് വിളിച്ചേക്കാം. അങ്ങനെയുള്ള ആ ഏകാന്തതയെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. അതിന് ലഹരി ഞാൻ അറിഞ്ഞു തുടങ്ങി. ആ നമ്മളുടെ ഏകാന്തത അത് നമ്മളുടെ യഥാർത്ഥ സത്തയാണ്, നമ്മളുടെ എസൻസ് ആണ്. എക്കാട്ട് പറയുന്ന പോലെ നമ്മുടെ പ്രകൃത്യാവുള്ള ജീവന്റെ ആനന്ദമാണ്. ആ ആനന്ദത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏകാന്തതയെ പ്രണയിച്ചു തുടങ്ങും. ആ ഏകാന്തതയിൽ, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും നാം ആ ഏകാന്തതയിൽ തനിച്ചുള്ള നമ്മളുടെ ജീവിതം, അതാണ് ശരിയായ ഒരു മാനുഷികമായ ജീവിതം. ഈ പ്രകൃതിയിൽ മനുഷ്യൻ ഒഴിച്ച് വേറെ ഒരു ജീവജാലങ്ങളും തന്നെ ഇത്രത്തോളം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നില്ല. ഏക്കാട്ട് പറയുന്നുണ്ട്, ഒരുപാട് ബോധോദയം നേടിയ ഗുരുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പൂച്ചകളാണ്, അല്ലെങ്കിൽ താറാവുകളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോധോദയത്തിൻ്റെ അവസ്ഥയിൽ തുടരേണ്ടത് എന്നുള്ളത് നിങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് മരത്തെ കണ്ടു പഠിക്കാനാണ് എക്കാറ്റോളെ പറയുന്നത്. കാരണം ഈ പ്രകൃതി മുഴുവൻ എൻലൈറ്റ്മെൻറ്റിൻ്റെ അവസ്ഥയിൽ, പരമമായ ശാന്തിയുടെ അവസ്ഥയിൽ, സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ, അകാരണമായ ആ ഒരു ഹാപ്പിനെസ്സിൽ, യാതൊരു റീസൺസും ഇല്ലാത്തൊരു ഹാപ്പിനെസ്സിലായിരിക്കുമ്പോൾ മനുഷ്യന് അതിനകത്ത് പങ്കുചേരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിന് തടസ്സമായിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അവരവരുടെ മനസ്സുമായിട്ടുള്ള താതാത്മ്യഭാവം. ഈ മനസ്സുമായിട്ടുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും വേർപെടുന്നതിന് നമുക്ക് മെഡിറ്റേഷൻ്റെ, സാക്ഷിഭാവത്തിൻ്റെ ഒരു കല അഭ്യസിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളൊരു മെഡിറ്റേഷൻ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്ന ഓഗസ്റ്റ് 2nd സാറ്റർഡേ സൺഡേ ആണ്. പ്രണയകുലം റിവർ റിട്രീറ്റിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുക. ചെറിയൊരു മെഡിറ്റേഷൻ ക്യാമ്പ്. താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. സൺഡേ ഉച്ചയൂണിന് ശേഷം പിരിയാം. വെള്ളിയാഴ്ച വൈകിട്ട് എത്തിച്ചേരണം. ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ അവിടുത്തെ കോൺടാക്ട് നമ്പർ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.